ഹോളിവുഡ് ദുരന്ത സിനിമകൾ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും അല്ലേ? ലോകാവസാനം, ഭീമൻ പ്രളയങ്ങൾ, അന്യഗ്രഹജീവികളുടെ ആക്രമണം, അങ്ങനെ പലതും. എന്നാൽ ഇന്ന് ഈയൊരു വിശദീകരണത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിലും ഭയാനകമായ, പൂർണ്ണമായും ഭൗതികശാസ്ത്രത്തിലധിഷ്ഠിതമായ ഒരു കാര്യമാണ്. ഭൂമി കറങ്ങാൻ മറന്ന ദിവസം, ഒരു ആഗോള ദുരന്തം. അതായത്, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി പെട്ടെന്നങ്ങോട്ട് അതിന്റെ കറക്കം നിർത്തിയാൽ എന്ത് സംഭവിക്കും, എന്തൊക്കെയായിരിക്കും അതിന്റെ ഭവിഷ്യത്തുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഭൂമിയുടെ കറക്കം പെട്ടെന്ന് നിന്നാൽ ശരിക്കും എന്ത് സംഭവിക്കും? ഇതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് വളരെ സാധാരണമായൊരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ സുഹൃത്ത് അപ്പു. അവൻ വലിയൊരു നഗരത്തിലെ തിരക്കുള്ള റോഡരികിൽ നിൽക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. മൊബൈൽ ഫോണും നോക്കി ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ വളരെ കൂളടിത്ത് നിൽക്കുകയാണ് കക്ഷി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ഭൂമി ആ കറക്കമങ്ങ് നിർത്തുന്നു. ആ നിമിഷം അപ്പുവിന് എന്ത് സംഭവിക്കും? അവന് മാത്രമല്ല, ആ നഗരത്തിനും ഈ ലോകത്തിനും മൊത്തത്തിലും എന്ത് സംഭവിക്കും? ഇവിടെയാണ് ജഡത്വം അഥവാ ഇനേർഷ്യ എന്ന പ്രതിഭാസം വില്ലനായി വരുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അതേപടി തുടരാൻ കാണിക്കുന്ന പ്രവണതയാണ് ജഡത്വം. നോക്കൂ, ഭൂമിയുടെ ഉള്ളിലെ മണ്ണും പാറയും മാത്രമേ പെട്ടെന്ന് നിൽക്കുന്നുള്ളൂ. അതിനു മുകളിലുള്ള അപ്പുവിനോ വണ്ടികൾക്കോ കൂറ്റൻ കെട്ടിടങ്ങൾക്കോ ഒന്നും അങ്ങനെ പെട്ടെന്ന് നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ വളരെ വേഗത്തിൽ പോകുന്ന ഒരു ബസ്സിൽ നിൽക്കുകയാണെന്ന് കരുതുക. ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്കിടുമ്പോൾ നമ്മൾ മുന്നോട്ട് തെറിച്ചു പോകില്ലേ? കൃത്യമായി അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പക്ഷേ അതിന്റെ ആഘാതം നമുക്ക് സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്പറുണ്ട്, 1600. ഭൂമി നിൽക്കുന്ന ആ സെക്കൻഡിൽ പാറയോട് ഉറപ്പിച്ചു നിർത്താത്ത സകലമാന സാധനങ്ങളും മണിക്കൂറിൽ 1600 കിലോമീറ്റർ വേഗതയിൽ കിഴക്ക് ദിശയിലേക്ക് തെറിച്ചുപോകും. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നമ്മുടെ അപ്പു നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് ഒരു തോക്കിൽ നിന്ന് വെടിയുണ്ടപ്പായുള്ള വേഗതയിൽ മുന്നോട്ട് പറക്കും. അവന് ചുറ്റുമുള്ള കാറുകളും ബസ്സുകളും മരങ്ങളും, എന്തിന് കെട്ടിടങ്ങൾ വരെ വേരോട് പിഴുതെറിയപ്പെട്ട് കിഴക്കോട്ട് പായുകയാണ്. പക്ഷേ ഈ ഭീകരമായ അവസ്ഥ അവിടെയും തീരുന്നില്ല. അന്തരീക്ഷത്തിലെ വായുവും ഭൂമിക്കൊപ്പം കറങ്ങുകയായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് അന്ത്യകാലത്തെ ചുഴലിക്കാറ്റ് അവിടെ രൂപപ്പെടും. ഈ വായു മണിക്കൂറിൽ 1600 കിലോമീറ്റർ വേഗതയിൽ തന്നെ വീശിയടിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിനാശമുണ്ടാക്കുന്ന കാറ്റായിരിക്കും അത്. ഈ മഹാമാരുതൻ കെട്ടിടങ്ങളെ മാത്രമല്ല, ഭൂമിയുടെ ഉപരിതലത്തെ തന്നെ കടപുഴക്കിയെറിയും. ശരിക്കും പറഞ്ഞാൽ ഭൂമി നിന്ന ആ ആദ്യത്തെ സെക്കൻഡിൽ തന്നെ ഒരു മഹാവിനാശം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഭാഗം 1. സുനാമി പ്രളയം. അതിജീവനത്തിന്റെ അടുത്ത കുറച്ച് മിനിറ്റുകൾ. ഈ ഭീകരമായ കാറ്റിൽ നിന്നും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും നമ്മുടെ അപ്പു എങ്ങനെയെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നതന്നെ ഇരിക്കട്ടെ. എന്നാൽ അവൻ ഒട്ടും സുരക്ഷിതനല്ല. സമുദ്രങ്ങളും ഭൂമിയോടൊപ്പം ഭീമമായ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരുന്നതാണ്. ഭൂമി പെട്ടെന്ന് നിന്നതോടെ കടലിലെ ഈ വെള്ളത്തിന്റെ വേഗതയ്ക്ക് എങ്ങോട്ടെങ്കിലും പോയേ തീരൂ. ആ ശക്തിക്ക് പോകാൻ ഇനിയൊരു വഴിയേ ഉള്ളൂ. എങ്ങോട്ടാണെന്നല്ലേ? നേരെ കരയിലേക്ക് തന്നെ. അപ്പുവിന്റെ കാഴ്ചയിലേക്ക് നമുക്കൊന്നും മടങ്ങാം. അവൻ തലയുയർത്തി നോക്കുമ്പോൾ കാണുന്നതെന്താണെന്നോ? ആകാശത്തോളം ഉയർന്ന പർവ്വതങ്ങളുടെ വലിപ്പമുള്ള കൂറ്റൻ സുനാമി തിരമാലകൾ. മിനിറ്റുകൾക്കകം അവ തീരദേശ നഗരങ്ങളെ ഒന്നാകെ വിഴുങ്ങുകയാണ്. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ നമ്മുടെ ഭൂമിയിലെ ഭൂരിഭാഗം കരപ്രദേശങ്ങളും ഈ ഭീമൻ തിരമാലകൾക്കടിയിലാകും. എങ്ങോട്ട് നോക്കിയാലും സർവത്ര ജലമയം. ഭാഗം 2. രൂപം മാറുന്ന ഭൂമി. തുടർന്നുള്ള ഏതാനും ആഴ്ചകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ വെള്ളമെല്ലാം അടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ഗ്രഹത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന തന്നെ പൂർണ്ണമായി മാറിയിട്ടുണ്ടാകും. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ അറിയണം. ഭൂമിയുടെ കറക്കം കാരണം സമുദ്രജലത്തെ ഭൂമധ്യരേഖയ്ക്ക് ചുറ്റും നിലനിർത്തിയിരുന്ന ബലമാണിത്. ഭൂമിയുടെ കറക്കം നിൽക്കുന്നതോടെ ഈ ബലമില്ലാതാകുന്നു. അതോടെ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഈ വെള്ളത്തെ മുഴുവൻ പുനർവിതരണം ചെയ്യും. ഇതൊരു വല്ലാത്ത മാറ്റമായിരിക്കും. ഇന്ത്യയും ആഫ്രിക്കയുമൊക്കെ ഉൾപ്പെടുന്ന ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള വെള്ളമെല്ലാം ഒഴുകിപ്പോയി. അതൊരു വറ്റിവരണ്ട ഒറ്റ വൻകരയായി മാറും. ആ ഒഴുകിയ വെള്ളമെല്ലാം എത്തുന്നത് ധ്രുവപ്രദേശങ്ങളിലേക്കാണ്. അതായത് ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി 2 ഭീമൻ സമുദ്രങ്ങളാകും. ചുരുക്കി പറഞ്ഞാൽ പഴയ ലോകഭൂപടം നമുക്ക് പൂർണ്ണമായും മറക്കാം. ഭാഗം 3. 6 മാസം നീളുന്ന ഭീകര ഋതുക്കൾ. ഒരു പുതിയ ഭയാനകമായ ഭ്രമണം. ഭൂമിയുടെ ഭൂപടം മാറി കരകൾ സമുദ്രങ്ങളായി, സമുദ്രങ്ങൾ കരകളായി. ഇതെല്ലാം അതിജീവിച്ച് മനുഷ്യർ എങ്ങനെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തന്നെ അവരുടെ ദീർഘകാല ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. കാരണം ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് നിന്നാലും സൂര്യനു ചുറ്റുമുള്ള അതിന്റെ യാത്ര നിൽക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ 24 മണിക്കൂർ രാവും പകലും എന്ന കണക്ക് ഇല്ലാതാകും. പകരം ഒരു വർഷം എന്നത് ഒരു ദിവസമായി മാറും. അതായത് ആദ്യത്തെ മാസം സൂര്യോദയം ആരംഭിക്കുന്നു. 6-ാം മാസത്തിൽ ചുട്ടുപൊള്ളുന്ന പകലിന്റെ ഉച്ചസ്ഥായിലെത്തും. പിന്നെ അടുത്ത 6 മാസം നീളുന്ന രാത്രിയാണ്.
12ാം മാസം ആ കൊടും തണുപ്പുള്ള രാത്രി അവസാനിക്കുന്നു. 1 വർഷം നീളുന്ന ഒരു ദിനം. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. 6 മാസം സൂര്യൻ അസ്തമിക്കുന്നതേയില്ല. ചൂട് കൂടിക്കൂടി മണ്ണൊക്കെ ഉരുകിത്തീരുന്ന അവസ്ഥയാകും. ആ നരകം കഴിഞ്ഞാലോ അടുത്ത 6 മാസം കടുമിരുട്ടായിരിക്കും. സൂര്യപ്രകാശമില്ലാത്തതുകൊണ്ട് അസഹ്യമായ തണുപ്പും മഞ്ഞുവീഴ്ചയുമുണ്ടാകും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഭൂമിയിൽ കൃഷി ചെയ്യാനോ എന്തിന് സാധാരണഗതിയിലൊന്ന് ജീവിക്കാൻ തന്നെയോ മനുഷ്യർക്കൊരിക്കലും കഴിയില്ല. ഭാഗം 4. അവസാന ആഘാതം. സംരക്ഷണ കവചം നഷ്ടപ്പെടുന്നു. പ്രളയവും കാറ്റും ഈ 6 മാസം നീളുന്ന പകലും രാത്രിയുമെല്ലാം എങ്ങനെയെങ്കിലും അതിജീവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അവർക്കും ഒരു രക്ഷയുമില്ല. കാരണം ആർക്കും കാണാൻ കഴിയാത്ത ഒരു നിശബ്ദ കൊലയാളി ഭൂമിയുടെ ഉള്ളറകളിൽ രൂപപ്പെടുന്നുണ്ട്. അതൊരു വംശനാശത്തിന്റെ ശൃംഖലയാണ്. ഘട്ടം 1, ഭൂമിയുടെ ഉള്ളിലെ ഉരുകിയ ഇരുമ്പ് കാമ്പിന്റെ കറക്കം നിൽക്കുന്നു. ഘട്ടം 2, അതോടെ ഭൂമിയുടെ കാന്തിക വലയം ഇല്ലാതാകുന്നു. ഘട്ടം 3, സംരക്ഷണ കവചം പോയതോടെ മാരകമായ സൗരവികിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നു. അവസാനമായി ഘട്ടം 4, നമ്മുടെ അന്തരീക്ഷം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. അതോടെ തീർന്നു. ഭൂമിയിലെ ജീവന്റെ അവസാന തുള്ളിയും ഇല്ലാതാകും. ഒരു കാലത്ത് ജീവൻ തുടിച്ചിരുന്ന നമ്മുടെ ഭൂമി ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന ജീവനില്ലാത്ത വെറുമൊരു പാറയായി മാറും. കൃത്യമായി പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ചൊവ്വാഗ്രഹത്തെപ്പോലെ യാതൊരു ജീവനുമില്ലാത്ത, അന്തരീക്ഷമില്ലാത്ത വെറുമൊരു തണുത്ത ഗോളം. ശരിക്കും ഇതൊരു സിനിമയിലെ കഥയല്ല. ഭൗതികശാസ്ത്രം നമുക്ക് മുന്നിൽ വരച്ചിടുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. ഭൂമിയുടെ കറക്കം പെട്ടെന്ന് നിന്നാൽ ഒരു മനുഷ്യനത് കൺകുളിർക്കിരുന്ന് കാണാൻ പോലും സമയം കിട്ടില്ല. ആദ്യത്തെ സെക്കൻഡുകളിൽ തന്നെ എല്ലാം അവസാനിച്ചിരിക്കും. ഈ വരികൾ വളരെ സത്യമാണല്ലേ? ഭൂമിയുടെ കറക്കം പ്രകൃതിയുടെ ഏറ്റവും വലിയ, എന്നാൽ ആരും ശ്രദ്ധിക്കാത്തൊരു അനുഗ്രഹമാണ്. നമ്മൾ ദിവസവും അനുഭവിക്കുന്ന ഈ കറക്കം എത്ര വലിയൊരു കാര്യമാണെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ വിശദീകരണം അവസാനിപ്പിക്കാം. നിങ്ങളുടെ തിരക്കുപിടിച്ച ജീവിതത്തിലെ ലോകം വല്ലാതെ വേഗത്തിൽ ഓടുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, അതൊന്ന് പെട്ടെന്ന് നിന്നിരുന്നെങ്കിലെന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർക്കുക. ഇനി പറ, ഭൂമി അതിന്റെ ഓട്ടം നിർത്താത്തതിൽ നിങ്ങൾക്ക് അതിയായ സന്തോഷം തോന്നുന്നില്ലേ? തീർച്ചയായും നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് പുതിയൊരു വീക്ഷണം നൽകിയെന്ന് കരുതുന്നു. നന്ദി.